വെളുപ്പിന് തന്നെ ആ ബെഡിൽ നിന്ന് എണീക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അരമുക്കാൽ മണിക്കൂർ വേണം. കാരണം ആ ഡോണുവിനൊന്ന് താഴെ കിടത്താൻ തന്നെ എനിക്ക് സമയമെടുക്കും. താഴെക്കിടത്തും വീണ്ടും എണീക്കും, താഴെക്കിടത്തും വീണ്ടും എണീക്കും. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് ഞാൻ അലാം വെക്കില്ല. ഒരു അരമണിക്കൂർ കയറ്റിയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കയറ്റിയോ ഞാൻ അലാം വെക്കുള്ളൂ കേട്ടോ. ഞാൻ ഈ കാര്യം പറഞ്ഞ് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ കുറേ അമ്മമാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മയുടെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ പല കുട്ടികളും അപ്പം തന്നെ എണീറ്റ് വരും. ബൈ ദ ബൈ, ചാച്ചൻ ഇന്ന് ലഞ്ച് കൊണ്ടുപോകുന്നില്ല. കാരണം കൊണ്ടുപോയ ദിവസങ്ങളൊക്കെ തിരിച്ചാൾ കൊണ്ടുവന്നിട്ട് റൂമിലിരുന്നാണ് കഴിച്ചിട്ടുള്ളത്. കഴിക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ചാച്ചൻ ഫ്രീലാൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റ് കഴിഞ്ഞ് അടുത്ത ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ലേറ്റ് ആവാനും പാടില്ല. അതുകൊണ്ടാണ് ഈ സമയം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് കൊണ്ടുപോകുന്നില്ല. അത് കാരണം ലഞ്ച് പ്രിപ്പറേഷനൊന്നുമില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് ചാച്ചന് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. തലേദിവസം തന്നെ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇൻസ്റ്റൻറ്റ് നൂലപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ കൊതി കൂടിയിട്ട് ആളത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇൻസ്റ്റൻറ്റ് നൂലപ്പം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി, എളുപ്പമായി അങ്ങോട്ട്. ചൂടുണ്ട് ചാച്ച? കുഴപ്പമില്ല. ബ്രൗൺ ഷുഗറാ? ഇതെന്ത് ഷുഗർ? അപ്പോൾ ഇതിൽ വൈറ്റ് ഷുഗർ, പിന്നെ ചായയിൽ മാത്രം ബ്രൗൺ ഷുഗറാണ്. സോ വാട്ട്? അതിൽ അതെ അതെ ഉരുളല്ലേ, വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ, പൊട്ടത്തഴ പറഞ്ഞിട്ട്. അയ്യേ, എന്താ പിന്നെ ചായക്കും ഈ ഷുഗർ കഴിക്കാം? മതി. ഞാൻ ഇനി മുതൽ ഷുഗർ കട്ടാണ് എന്നും പറഞ്ഞിട്ട് ബ്രൗൺ ഷുഗറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന ആളാണ് നൂലപ്പത്തിന് വൈറ്റ് ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് കോഫിയിൽ ബ്രൗൺ ഷുഗർ ഇട്ടില്ലേ എന്ന്. ഇങ്ങനെ ഒരു മണ്ടങ്ങണ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചാച്ചൻ പോയി. പിന്നെ ഞങ്ങൾ തമ്മിലായിരുന്നു കേട്ടോ കളിയും ചിരിയും ബഹളമൊക്കെ. അങ്ങനെ കളി കൂടിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ അനിയൻ്റെയും തല തമ്മിൽ അങ്ങ് കൂട്ടിയിടിച്ച് ചേട്ടനൊരു പരിക്ക് പറ്റി. ഏതമോൻ്റെ കണ്ണിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് നീലച്ചു കേട്ടോ. പിന്നെ അതിൽ ഐസ് വേഗം കൊണ്ട് വെച്ചു. ഐസ് വെച്ചപ്പോൾ മെൽറ്റ് ആവണ സാധനമാണല്ലോ ഈ ഐസ്. ചെക്കനാണെങ്കിൽ ആ ഐസ് അങ്ങനെ തന്നെ വേണം, ബിഗ് വേണം എന്നും പറഞ്ഞായിരുന്നു പിന്നെ അതിനുള്ള ബഹളം. ഇവിടെ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇവർക്ക് ബഹളം വെക്കാൻ. എന്തോരവസ്ഥയോ നോക്കണേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.